DCC പുനഃസംഘടനയെ ചൊല്ലി കോൺഗ്രസിൽ അമർഷം പുകയുകയാണ്. ഇടുക്കി, വയനാട്, ആലപ്പുഴ ജില്ലാ അധ്യക്ഷന്മാരെ അടിയന്തരമായി മാറ്റണമെന്നാണ് നേതൃത്വത്തിന്റെ തീരുമാനം. എന്നാൽ 3 പേരെ മാറ്റി 11 പേരെ നിലനിർത്തുന്നത് തെറ്റായ ഒരു സന്ദേശം നൽകുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട്. ഇതിനിടയിൽ നോമിനികളെ വായിക്കുന്നതിനായുള്ള കടുംപിടുത്തവും നേതാക്കൾ തുടങ്ങിയിട്ടുണ്ട്. മോശം നിലയിൽ പ്രവർത്തിക്കുന്ന DCCകളാണ് ആലപ്പുഴ, ഇടുക്കി, വയനാട് എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഇവിടുത്തെ അധ്യക്ഷന്മാരെ അടിയന്തരമായി മാറ്റണം. ബാക്കി 11 പേരെ നിലനിർത്തി 3 പേരെ മാത്രം മാറ്റുമ്പോൾ ഈ നേതാക്കൾ കഴിവുകെട്ടവരാണെന്ന് നേതൃത്വം തന്നെ പറയുന്ന സ്ഥിതി ഉണ്ടാകുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട്. ഒന്നുകിൽ 14 മാറ്റുക, അല്ലെങ്കിൽ നിലവിലുള്ള DCC അധ്യക്ഷന്മാരെ മാറ്റാനുള്ള നീക്കം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ ഉപേക്ഷിക്കുക. ഇതാണ് ആവശ്യം. എന്നാൽ ഇത് പൂർണ്ണമായും അംഗീകരിക്കാൻ ദേശീയ സംസ്ഥാന നേതൃത്വം തയ്യാറായിട്ടില്ല. വർക്കിംഗ് പ്രസിഡന്റുമാരെ അടക്കം നിയമിച്ചപ്പോൾ ദേശീയ നേതൃത്വം തീരുമാനമെടുത്ത് അറിയിക്കുകയായിരുന്നു. അതിനെതിരെ മുറുമുറുപ്പൊന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഇക്കാര്യത്തിലും ദേശീയ നേതൃത്വം എടുക്കുന്ന തീരുമാനം സംസ്ഥാനം അംഗീകരിക്കുമെന്നാണ് കരുതുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് മാറ്റം ഉണ്ടായെങ്കിൽ മാത്രമേ ഗുണമുണ്ടാകൂ എന്നും ദേശീയ നേതൃത്വം കരുതുന്നുണ്ട്. ഇതിനിടെ DCC അധ്യക്ഷന്മാർക്കായി നേതാക്കൾ വടംവലി തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ സാധ്യതാ പട്ടികയിലുള്ളവർ ഇവരാണ്: തിരുവനന്തപുരം മണക്കാട് സുരേഷ്, ശരത്ചന്ദ്ര പ്രസാദ്, VS ശിവകുമാർ; കൊല്ലം MM നസീർ, തൊടിയൂർ രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് സൂരജ് രവി; പത്തനംതിട്ട ജോർജ് മാമൻ കൊണ്ടൂർ, അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, പഴകുളം മധു, അനീഷ് വരിക്കണ്ണാമല; ആലപ്പുഴ DCC ജനറൽ സെക്രട്ടറി ബൈജു, അഡ്വക്കേറ്റ് അനിൽ ബോസ്, അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം, അഡ്വക്കേറ്റ് KR മുരളീധരൻ; കോട്ടയം UDF ജില്ലാ ചെയർമാൻ ഫിൽസൺ, KPCC സെക്രട്ടറി ഫിലിപ്പ് ജോസഫ്; ഇടുക്കി KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അശോകൻ, യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റ് MN ഗോപി; പാലക്കാട് KPCC സെക്രട്ടറി PV രാജേഷ്; വയനാട് PD സജി; കണ്ണൂർ TO മോഹനൻ, സജീവ് മാറോളി; കാസർഗോഡ് KPCC സെക്രട്ടറി നീലകണ്ഠൻ. ആലപ്പുഴയിൽ നിലവിലെ DCC പ്രസിഡന്റ് ബാബു പ്രസാദിനെ മാറ്റിയാൽ രമേശ് ചെന്നിത്തലയുടെ തന്നെ നോമിനി ബൈജുവിനെ നിയമിക്കണമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആവശ്യം. ഇതിൽ വിട്ടുവീഴ്ചയില്ലെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ നേതൃത്വത്തിന് അതിനോട് വലിയ താല്പര്യമില്ല. തിരുവനന്തപുരത്ത് പാലോട് രവിയെ മാറ്റുന്നതിനോട് VD സതീശനും വലിയ താല്പര്യമില്ല. ചുരുക്കത്തിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ എതിർപ്പുകളെ അവഗണിച്ച് ദേശീയ നേതൃത്വം പട്ടിക പുറത്തിറക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അതിനുദാഹരണമാണ് വർക്കിംഗ് പ്രസിഡന്റുമാരുടെ നിയമനം. PR പ്രവീണ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.